പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്നും തോറ്റോടി ഹായി പട്ടണക്കാർ അവരിൽ 30ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശെബാരിം വരെ പിന്തുടർന്ന് മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. കർത്താവ് ഇതിലെ എനിക്കൊരു ദൂത് പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിരുന്നുകൊണ്ട് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. എന്താ ഈ ദൂത് കിട്ടുന്നത് നമ്മളെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ആ വിളിച്ചതിൻ്റെ തലേ ദിവസം രാത്രി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ട് ആ പിറ്റേ ദിവസം ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയൊന്നും ആരും കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പരിജ്ഞാനമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ ഈ മെസ്സേജ് അയക്കാനുള്ള കാരണം. രണ്ടാമത് നാണം കെട്ടൊരു പരിപാടിയാണ്. മനസ്സിലായോ? ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, കാരണം ഈ ഉലകത്തിലെല്ലാവരും കാണുന്നൊരു വീഡിയോ ആണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃപയിൽ വളരാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ദൈവം അവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ച ദൈവത്തിന് അങ്ങ് അമേരിക്കയിലിരിക്കുന്നവന്റെ വേദനയും മനസ്സിലാക്കാൻ കഴിയും. അവിടെ ചെല്ലണമെന്നില്ല. ആമേൻ. അതുകൊണ്ട് ഇതിനകത്ത് കർത്താവ് ഒരു ദൂത് തരുന്നത് പറഞ്ഞാൽ, ഗീതാകുമാരി ചെർപ്പുളശ്ശേരി എന്നൊരു വ്യക്തിയെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ വീടും എന്താണ് പറയാ മക്കളെയൊക്കെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഹായി പട്ടണക്കാർ എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന ആ ഏരിയയിലുള്ള ചില ആളുകൾ, കുറച്ചാളുകൾ അവരെ മാനസികമായി ദ്രോഹിക്കുന്നുണ്ട്. ഈ മാനസികമായ ഉപദ്രവം കാരണം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു ശാരീരികമായ ഒരു ഉപദ്രവം നമുക്ക് സഹിക്കാൻ പറ്റും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു അടി തന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റും. അല്ലാതെ വേറൊന്നിൻ്റെയും കാര്യമില്ല ഞാൻ പറയണം. പക്ഷെ നമ്മളെ മാനസികമായി മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം കർത്താവ് പറയുന്നത്, ഇവരെ മാനസികമായി അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബത്തെ മാനസികമായി തകർക്കുന്ന അവർ താമസിക്കുന്ന ഏരിയയിലെ ഒരു 2-3 വ്യക്തികളെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ഒരു തരത്തിലും അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ വ്യക്തികളുടെ ഉപദ്രവം കാരണം അവര് ആത്മഹത്യയുടെ വക്കിൽ ജീവിക്കുകയാണെന്നാണ് തമ്പുരാൻ പറയുന്നത്. ശരിക്കും എന്താണ് പറയാ, അതൊക്കെ ഒരു അസൂയയാണ്. മനസ്സിലായോ? ആ ദേശത്ത് നന്നായി ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബമാണ്. അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് സഹിക്കായികയാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. ഈ അസൂയ ഉള്ളവനെ പിശാച് മുതലെടുക്കും. അത് നിങ്ങൾക്കറിയോ? പിശാച് അസൂയാലുവാണ്. അസൂയ ഉള്ളവന് മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമേ അല്ല. അവൻ തകർന്നു കാണുന്നതല്ലാതെ ഒരിക്കലും അസൂയുള്ളവന് മറ്റുള്ളവർ രക്ഷപ്പെട്ട് കാണുന്നതിനോട് താല്പര്യമില്ല. മനസ്സിലായോ? ഇതേ സ്വഭാവമാണ് പിശാചിനും. ആമേൻ. ഇതേ സ്വഭാവമാണ് പിശാചിനും. അതുകൊണ്ട് തന്നെ പിശാച് എന്ത് ചെയ്യും? അസൂയ ഉള്ളവനെ പിശാച് മുതലെടുത്ത് അവനിൽ കൂടി മറ്റുള്ളവരെ പിശാച് ആരെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ വ്യക്തിയെ തകർക്കാൻ നോക്കും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിനെ അറിയുക, വിശ്വസിക്കുക, എന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൽ കർത്താവിന് നിനക്ക് വിടുതൽ തരാൻ കഴിയുമെന്ന്. കർത്താവ് പറയുന്നത്, ഗീതാകുമാരിയെയും കുടുംബത്തെയും ശത്രുക്കളുടെ പോരാട്ടത്തിൽ നിന്നും, അതായത് ശത്രുക്കളുടെ മെന്റലി ടോർച്ചറിങ്ങിൽ നിന്നും ഗീതാകുമാരിയെ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിക്കുന്നു. ഇനിമേൽ ശത്രുവിന്റെ ഒരു പോരാട്ടം അവരുടെ മേൽ ഉണ്ടാവുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് വന്നിരുന്ന ചിലര് പറയുന്ന കേട്ടു, എന്തോ പേര് പറയാന്ന്. വെല്ലുവിളി നല്ലതാണ്, പക്ഷെ മണ്ടത്തരം കാണിച്ച് കുളമാക്കരുത്. ആമേൻ. കർത്താവ് ആരുടെ പേരാണോ പറയാൻ പറയുന്നത് അവരുടെ പേരെ ഞാൻ പറയത്തുള്ളൂ.
പരിജ്ഞാനമില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ കയറി സംസാരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പറയാണ്, കുറച്ച് ഉദ്യോഗസ്ഥരുടെ കാര്യം കർത്താവ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവര് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, കുറച്ച് ആൾക്കാർ അവരുടെ മേലധികാരികളിൽ നിന്ന് ഒത്തിരി ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കർത്താവ് പറയുന്നു, ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പുറപ്പാട് പുസ്തകം 14:14 തമ്പുരാൻ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങളുടെ ശത്രുവിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും എന്നല്ല, തന്നിരിക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ആമേൻ. ഇനി നിങ്ങളുടെ നേരെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ദൈവം വിടുവിക്കും. ആമേൻ.